Fourth one, limit x tends to c. Limit x tends to c, 1 by x is equal to 1 by c എന്നാണ് കാണിക്കുന്നത്. Limit x tends to c, 1 by x is equal to 1 by c if c greater than 0. അപ്പൊ നമുക്ക് c greater than 0 ആണെങ്കിൽ ലിമിറ്റ് x tends to c, 1 by x is equal to 1 by c എന്നാ കാണിക്കുക. അപ്പൊ നമ്മുടെ f of x ന്റെ സൈഡ് ഇത് നമുക്ക് f of x ന്റെ സ്ഥാനത്ത്, ഇത് നമ്മുടെ l ന്റെ സ്ഥാനത്ത് വരും. അപ്പൊ നമ്മൾ let f of x is equal to l എന്ന് എടുക്കുക. f of x is equal to l അല്ല മറുപടി 1 by x എന്ന് എടുക്കുക. f of x ന്റെ സ്ഥാനത്ത് 1 by x, l ന്റെ സ്ഥാനത്ത് 1 by c. അപ്പൊ നമ്മൾ f of x equal to 1 by x for x greater than 0 എന്ന് എടുക്കുക. എന്നിട്ട് സിയും ഗ്രേറ്റർ ദാൻ 0 ആണ്. എന്നിട്ട് നമ്മൾ സി ഗ്രേറ്റർ ദാൻ 0 എന്ന് അസ്യൂം ചെയ്യുന്നു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ബൈ എക്സ് ഇഫ് എക്സ് പോസിറ്റീവ് ആണെങ്കിൽ, എക്സ് പോസിറ്റീവ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് നമ്മൾ 1 ബൈ എക്സ് എന്ന് ഡിഫൈൻ ചെയ്യുന്നു. നമുക്ക് കാണിക്കേണ്ടത് എന്താണ്? വി ഹാവ് ടു ഷോ ദാറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ സി എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കാണിക്കേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ബൈ സി എന്നാ കാണിക്കണം. അങ്ങനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? വി ഹാവ് ടു ഷോ ദാറ്റ് ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there is a delta greater than 0 such that, നമുക്ക് കാണിക്കേണ്ട എന്താണെന്ന് ഞാൻ എഴുതി വെക്കുന്നുള്ളതേ ഉള്ളൂ. വി ഹാവ് ടു ഷോ ദാറ്റ് ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there is a delta greater than 0 such that modulus of f of x minus 1 by c is less than epsilon whenever 0 less than mod x minus c is less than delta. അപ്പം 0 less than mod x minus c less than delta വരുമ്പോഴെല്ലാം ഈ കണ്ടീഷൻ ഉണ്ട് എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം ഈ എഫ് ഓഫ് എക്സ് മൈനസ് 1 ബൈ സി എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ എപ്പോൾ വരും എന്നുള്ളത് നമ്മൾ ആദ്യം ആക്ച്വലി നമ്മൾ കാണിക്കേണ്ടത് ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു ഡെൽറ്റ ഉണ്ട് സച്ച് ദാറ്റ് ഈ എക്സ് മൈനസ് സി എന്നുള്ളത് ഡെൽറ്റയെക്കാളും ചെറുതായിട്ട് നിൽക്കുമ്പോൾ ഇതുണ്ടെന്നാ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഈ ഇത് ഉള്ളപ്പോൾ ഇത് എപ്പോഴാ ഉള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മൾ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് 1 ബൈ സി കൺസിഡർ ചെയ്യുക. മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് 1 ബൈ സി നമ്മൾ എടുത്താൽ അത് ആക്ച്വലി എന്താണ്? 1 ബൈ എക്സ് മൈനസ് 1 ബൈ സി ആണ്. നമ്മൾ എൽ സി എടുക്കുമ്പോൾ സി മൈനസ് എക്സ് ഡിവൈഡ് ബൈ സി എക്സ് എന്ന് വരും. അപ്പം മോഡുലസ് ഓഫ് 1 ബൈ എക്സ് മൈനസ് 1 ബൈ സി എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് സി മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ സി എക്സ് വരും. ഇനി സിയും അപ്പൊ ഇതിനെ നമുക്ക് മോഡുലസ് ഓഫ് ന്യൂമറേറ്റർ ബൈ മോഡുലസ് ഓഫ് ഡിനോമിനേറ്റർ എന്ന് എടുക്കാമല്ലോ. മോഡുലസ് ഓഫ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ മോഡ് എ ബൈ മോഡ് ബി ആണ്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെപ്പറേറ്റ് ആയിട്ട് മോഡുലസ് എടുക്കാം. ഇനി സിയും പോസിറ്റീവ് ആണ് നമ്മൾ എടുത്തിട്ടുണ്ട്, എക്സും പോസിറ്റീവ് ആണ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഡിനോമിനേറ്റർ പോസിറ്റീവ് ആയതുകൊണ്ട് മോഡുലസ് ഇടേണ്ട കാര്യമില്ല. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1 ബൈ സി എക്സ് ഇൻറ്റു മോഡുലസ് ഓഫ് സി മൈനസ് എക്സ് എടുത്താലും എക്സ് മൈനസ് സി എടുത്താലും ഒരുപോലെയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എടുക്കാം. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് 1 ബൈ സി ഈസ് ഈക്വൽ ടു 1 ബൈ സി എക്സ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. അതിനെ ഇക്വേഷൻ 1 എന്ന് എടുക്കുക. അപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് 1 ബൈ സി എന്ന് പറയുന്നത് 1 ബൈ സി എക്സ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ഫോമിൽ കിട്ടി. ഇനി നമ്മൾ മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ സി ബൈ 2 എന്നുള്ള കണ്ടീഷൻ ഒന്ന് എഴുതി നോക്കുക. നമ്മൾ മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ 1 സി ബൈ 2 എടുക്കുകയാണെങ്കിൽ നമ്മൾ മോഡുലസ് മാറ്റുമ്പോൾ മൈനസ് സി ബൈ 2 ലെസ് ദാൻ എക്സ് മൈനസ് സി ലെസ് ദാൻ സി ബൈ 2 വരും. ഈ മൈനസ് സി കളയാൻ വേണ്ടി നമ്മൾ സി രണ്ട് സൈഡിലോട്ടും ആഡ് ചെയ്യുമ്പോൾ സി മൈനസ് സി ബൈ 2, അപ്പൊ സി ബൈ 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 സി ബൈ 2 എന്ന് വരും. നമുക്ക് വേണ്ടത് ഇവിടെ 1 ബൈ ഫോമിലാക്കിയിട്ടേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം ഇതിനെ സി വെച്ചൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്തത് മോഡുലസ് മാറ്റുമ്പോൾ മൈനസ് സി ബൈ 2 പ്ലസ് സി ബൈ 2 ഇടയ്ക്ക് കിട്ടും. പിന്നെ ഈ മൈനസ് സി കളയാൻ വേണ്ടി നമ്മൾ രണ്ട് സൈഡിലോട്ടും സി ആഡ് ചെയ്തു. അപ്പൊ സി മൈനസ് സി ബൈ 2 വരുമ്പോൾ സി ബൈ 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി പ്ലസ് സി ബൈ 2 എന്ന് പറയുമ്പോൾ 3 സി ബൈ 2. ഇനി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് ഇതിനെ സി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിനെ സി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? സി സ്ക്വയർ ബൈ 2 ലെസ് ദാൻ സി എക്സ് ലെസ് ദാൻ 3 സി സ്ക്വയർ ബൈ 2 എന്ന് വരുമല്ലോ. അപ്പൊ നമുക്ക് വേണ്ടത് 1 ബൈ സി എക്സ്. അപ്പൊ 1 ബൈ സി എക്സ് വരുമ്പോൾ ഇൻഇക്വാളിറ്റി തിരിഞ്ഞു വരും. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇൻഇക്വാളിറ്റി തിരിഞ്ഞു വരും. അപ്പൊ 2 ബൈ സി സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ 1 ബൈ സി എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 2 ബൈ 3 സി സ്ക്വയർ എന്ന് വരികയല്ലേ. നമ്മൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇൻഇക്വാളിറ്റി തിരിഞ്ഞു വരും. അപ്പം 2 ബൈ സി സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ 1 ബൈ സി എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 2 ഡിവൈഡ് ബൈ 3 സി സ്ക്വയർ. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ സൈഡ് മാത്രം എടുക്കുവാണെങ്കിൽ 1 ബൈ സി എക്സ് ഈസ് ലെസ് ദാൻ 2 ബൈ ഇതിൽ നിന്ന് നമുക്ക്
ഈ ഒരു ഇക്വേഷനിൽ നിന്ന് 1/cx is less than 2/c² എന്ന് എഴുതാലോ. 2/c² is greater than 1/cx ആണ്. So we can say that 1/cx is less than 2/c². So we can, അതാണ് നമ്മൾ അടുത്ത് ഇവിടെ പറയുന്നത്. 0 less than 1/cx is less than 2/c². അതായത് നമുക്ക് കിട്ടിയത് കാണാൻ പറ്റുന്നില്ല. എന്ത് പറ്റി പെട്ടെന്ന് ഫോക്കസ് മാറി? ഓക്കെ, അപ്പൊ നമുക്ക് 2/c², റെസിപ്രോക്കൽ അടുത്ത് വരെ എല്ലാം കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യം c വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ c²/2 ലെസ് ദാൻ cx ലെസ് ദാൻ 3c²/2 ആയിരുന്നു. റെസിപ്രോക്കൽ എടുത്തപ്പോൾ ഇൻഇക്വാളിറ്റി തിരിഞ്ഞു വന്നു. 2/c² ഗ്രേറ്റർ ദാൻ 1/cx is greater than 2/3c² ആണ്. അപ്പൊ നമുക്ക് ഇത്രയും പോർഷൻ മാത്രം നമ്മൾ എടുക്കുവാണെങ്കിൽ 1/cx is less than 2/c². 1/cx is less than 2/6. ഇനി cx പോസിറ്റീവ് ആയതുകൊണ്ട് we can write 0 less than 1/cx is less than 2/c². അപ്പൊ നമുക്ക് when mod x minus c is less than c/2, we have 0 less than 1/cx is less than 2/c². അതിനെ ഇക്വേഷൻ 2 എന്ന് എടുത്തു. അപ്പൊ ഇക്വേഷൻ 1 നമ്മൾ എടുത്തത് മോഡുലസ് ഓഫ് f of x minus 1/c is equal to 1/cx into mod x minus c എന്ന് നമ്മൾ ഇക്വേഷൻ 1 എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1/cx ന്റെ വാല്യൂ ഇവിടെ ലെസ് ദാൻ 2/c² എന്ന് കിട്ടിയിട്ടുണ്ട് ഇക്വേഷൻ 2 അനുസരിച്ച്. അത് എപ്പോഴാ ഉള്ളത്? ഈ 1/cx ലെസ് ദാൻ 1/cx ലെസ് ദാൻ 2/c² എന്നുള്ള കണ്ടീഷൻ ഉള്ളത് മോഡുലസ് ഓഫ് x മൈനസ് c ലെസ് ദാൻ c/2 എന്നുള്ള. അപ്പൊ നമ്മള് ഫോർ mod x minus c less than c/2, mod x minus c less than c/2 ആകുമ്പോൾ ഈ കണ്ടീഷൻ ഉണ്ട്. ഇനി ഇക്വേഷൻ 1ന്റെ അകത്ത് 1/f of x minus 1/c is equal to ഇത് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഇക്വേഷൻ 1ന്റെ അകത്ത് ഇക്വേഷൻ 2ന്റെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക. അപ്പൊ നമ്മൾ ഇക്വേഷൻ 1ൽ നിന്ന് നമുക്ക് മോഡുലസ് ഓഫ് f of x minus 1/c is equal to 1, നമുക്ക് ഇക്വേഷൻ 1 ഞാൻ ഒന്നും കൂടി എടുത്ത് എഴുതുന്നേ ഉള്ളൂ, is equal to 1/cx into mod x minus c എന്നായിരുന്നു ഇക്വേഷൻ 1. ഇത് നമ്മുടെ ഇക്വേഷൻ 1. ഈ ഇക്വേഷൻ 1ന്റെ അകത്ത് നമ്മൾ ഇക്വേഷൻ 2ന്റെ കണ്ടീഷൻ അപ്ലൈ. ഇക്വേഷൻ 2 ഉള്ളത് എപ്പോഴാണ്? when mod x minus c less than c/2. അപ്പൊ mod x minus c less than c/2 ആകുമ്പോൾ ഈ കണ്ടീഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ mod x minus c less than c/2 എന്ന് എടുക്കുവാണെങ്കിൽ ഇക്വേഷൻ 1ന്റെ അകത്ത് നമുക്ക് 1/cx ന് പകരം അതിനേക്കാളും വലിയ 2/c² വെച്ച് റീപ്ലേസ് ചെയ്യാം. അപ്പൊ 2/c² into mod x minus c എന്ന് കിട്ടി. അപ്പൊ ഇക്വേഷൻ 1ന്റെ അകത്ത് നമ്മൾ mod x minus c less than c/2 ആണെന്നുള്ളത് നമ്മൾ ചിന്തിക്കുമായിരുന്നു എങ്കിൽ നമുക്ക് 1/cx ന് പകരം 2/c² വെച്ച് റീപ്ലേസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? മോഡുലസ് ഓഫ് f of x minus 1/c എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/c² into mod x minus c. അതിനെ ഇക്വേഷൻ 3 എടുക്കാം. നമുക്ക് ആക്ച്വലി വേണ്ടത് എന്താ? ഈ സാധനം, ഈ മൊത്തത്തിൽ ഇത്രയും സാധനം ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടുന്നത്. അതായത് 2/c² into mod x minus c എന്നുള്ളത് ലെസ് ദാൻ എപ്സിലോൺ ആയിരുന്നു നമുക്ക് കിട്ടേണ്ടത്. അത് കിട്ടണമെന്നുണ്ടായിരുന്നുവെങ്കിൽ mod x minus c എന്നുള്ളത് ലെസ് ദാൻ എപ്സിലോൺ ഇൻറ്റു c²/2 ഫോമിൽ കിട്ടണ്ടേ? അതായത് നമുക്ക് വേണ്ടത് മോഡുലസ് ഓഫ് f of x minus l ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ള കണ്ടീഷൻ എപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളത് കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ മോഡുലസ് ഓഫ് f of x minus l ലെസ് ദാൻ എപ്സിലോൺ വരണമെന്നുണ്ടെങ്കിൽ 2/c² into mod x minus c എന്നുള്ളത് ലെസ് ദാൻ എപ്സിലോൺ വരണം. അതിന്റെ മീനിങ് എന്താണ്? mod x minus c എന്നുള്ളത് ലെസ് ദാൻ c²/2 ഫോമിൽ വരണം. അപ്പൊ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് വേണം. ഇനി ഇത് കിട്ടണോ, ഇവിടം വരെ എത്തണമെന്നുണ്ടായിരുന്നുവെങ്കിൽ mod x minus c എന്നുള്ളത് ലെസ് ദാൻ c/2 ആയിക്കണ്ടേ? അപ്പൊ നമ്മൾ ഈ രണ്ട് കണ്ടീഷനും, ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം, ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ നമ്മൾ ഡെൽറ്റ ഓഫ് എപ്സിലോൺ ഇസ് ഈക്വൽ ടു മിനിമം ഓഫ് ഫസ്റ്റ് കണ്ടീഷൻ c/2 എന്നുള്ളതാണ് നമ്മൾ എടുത്തത്. രണ്ടാമത്തേത് c² epsilon/2. അപ്പം ഡെൽറ്റ എന്ന് പറയുന്നത് മിനിമം ഓഫ് c/2
ഇതിനകത്ത് ഏതാണോ മിനിമം അത് നമ്മൾ എടുക്കുവാണെങ്കിൽ ഈ കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യും, അപ്പൊ ഈ കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യും, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ നമുക്ക് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് 1/c ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയും. അപ്പം ഡെൽറ്റ ഓഫ് എപ്സിലോൺ ഇസ് ഈക്വൽ ടു മിനിമം ഓഫ് c/2 c² എപ്സിലോൺ ബൈ 2 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് 1/c is less than epsilon when mod x minus c is less than delta. നമ്മൾ delta is equal to minimum of this എടുത്തിട്ട് 0 less than mod x minus c less than delta വരുമ്പോൾ mod x minus c less than c/2 ആണ്, mod x minus c less than c² epsilon by 2 ആണ്. mod x minus c less than c/2 വരുമ്പോൾ ഈ കണ്ടീഷൻ ഉണ്ട്, mod x minus c less than c² epsilon by 2 വരുമ്പോൾ ഇത് less than epsilon ഫോമിൽ കിട്ടും. So we get modulus of f of x minus 1/c is less than epsilon when 0 less than mod x minus c is less than delta. Therefore, we can say that limit x tends to c, f of x is equal to 1/c.